ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ശ്രീകാന്തിൻ്റെ കഴുത്തിന് കുത്തിപ്പിടിക്കുകയാണ് വാസവൻ. ആ നേരത്ത് ശ്രീകാന്ത് പറയുന്നുണ്ട്, ദേ ചുറ്റിനും ക്യാമറ ഉണ്ട് കേട്ടോ, നാളെ ഇലക്ഷന് ജയിക്കാൻ പോകുന്ന ആളാണ്, അതായത് MLA ആകാൻ പോകുന്ന ആളാണ്. നിങ്ങൾക്ക് വീട്ടിലിരിക്കാമെങ്കിലും പാർട്ടിക്കാർക്ക് ഇതൊരു വലിയ ക്ഷീണമായിരിക്കും എന്നൊക്കെ പറഞ്ഞു കേട്ട് വാസവനെ ഭീഷണിപ്പെടുത്താണ്. വാസവൻ കൈയ്യെടുക്കാണ് കേട്ടോ. എന്നിട്ട് ശ്രീകാന്താണെന്നുണ്ടെങ്കിൽ ശ്രീനിവാസനും വാസവനൊക്കെ വളരെ മോശമായിട്ടുള്ള രീതിയിൽ പരിഹസിക്കുന്ന രീതിയിലാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത്. എന്തായാലും കൊള്ളാം, രണ്ടുപേരും കൂടിയിട്ടാണല്ലോ ഇതൊക്കെ ചെയ്യാൻ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത്. അതിനുശേഷം വാസവനോട് പറയാണ്, നിങ്ങളുടെ പ്രശ്നം നിങ്ങളുടെ മകൻ മരിച്ചതാണ്, അവനെ കൊന്നതാരാണെന്ന് നിങ്ങൾക്കറിയാം. പക്ഷേ എന്തായാലും അവനെ കൊന്നത് വിക്രമാണെന്നുള്ളതിനുള്ള ഏക തെളിവ് പുളിക്കനായിരുന്നല്ലോ, ആ തെളിവാണ് ഇല്ലാതായത്. തെളിവ് മാത്രമേ ഇല്ലാതായിട്ടുള്ളൂ, പറഞ്ഞ മൊഴി ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രീനിവാസനും കുറ്റപ്പെടുത്താണ് കേട്ടോ. പിന്നെ എന്തായാലും രാഷ്ട്രീയത്തിൽ എതിരി നിൽക്കുന്ന ആളുടെ മകനെ കുത്തിക്കൊലപ്പെടുത്തിയിട്ടുള്ളതിൽ പങ്ക് ദേ ഇയാൾക്കും ഉണ്ടാവും എന്ന് പറയാണ് കേട്ടോ. അപ്പോൾ ശ്രീനിവാസന് ആകെ ദേഷ്യം വരികയാണ് കേട്ടോ. എന്നിട്ട് ശ്രീനിവാസനാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ശ്രീകാന്തിനെ പിടിച്ച് വലിച്ച് കാറിൻ്റെ ബോണറ്റിൻ്റെ മുകളിലേക്ക് പിടിച്ച് താഴ്ത്താണ് കേട്ടോ. എന്നിട്ട് ശ്രീനിവാസൻ പറയണ്ട, ഞാനിതൊക്കെ അവസാനിപ്പിച്ചതാടാ, എന്നിട്ട് ഞാനിപ്പോൾ വീണ്ടും ഇത് തുടങ്ങാനായിട്ട് നീയായിട്ട് പ്രേരിപ്പിക്കരുത് തന്നെ. പിന്നെ ഞാനെന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ നേരിട്ട് ചെയ്യും, നീ അതിൻ്റെ ഇടയിൽ കൂടെ കളിക്കാൻ നിൽക്കണ്ടെന്നൊക്കെ പറഞ്ഞാണ്ട് ഇങ്ങനെ ഭീഷണിപ്പെടുത്താണ് കേട്ടോ. പിടിച്ചങ്ങനെ അമർത്താണ്. അപ്പോഴേക്കും വാസവന് ഓടി വന്നിട്ട് ശ്രീനിവാസനെ പിടിച്ച് മാറ്റാണ്. വിട് ശ്രീനി എന്ന് പറഞ്ഞുകൊണ്ട് വിടിയിക്കുകയാണ് കേട്ടോ. അതിനുശേഷം വാസവൻ തന്നെ ശ്രീകാന്തിൻ്റെ കഴുത്തിന് വീണ്ടും കുത്തിപ്പിടിക്കുകയാണ്. എന്നിട്ട് വാസവൻ പറയുകയാണ്, നീ പുറമെ കാണുന്ന ആളല്ലാന്ന് എനിക്ക് നന്നായിട്ട് മനസ്സിലായി, പക്ഷേ നീ ഒരു കാര്യം മനസ്സിലാക്കിക്കോ, എൻ്റെ മകൻ്റെ കൊലപാതകത്തിൽ നിൻ്റെ നിഴലെങ്ങാനും പതിഞ്ഞിട്ടുണ്ട് എന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പോലീസ് മാത്രമല്ലടാ, കോടതിയും ഞാൻ തന്നെയായിരിക്കും, ആരാച്ചാരും ഞാൻ തന്നെയായിരിക്കും. പിന്നെ ഈ MLA പട്ടം ഉണ്ടല്ലോ, MLA ആയിട്ടുണ്ടെങ്കിൽ ആ പട്ടം ഞാൻ അങ്ങ് ഊരി വയ്ക്കും. എനിക്കതൊന്നും ഒരു ചുക്കുമല്ലടാ. പിന്നെ ഞാൻ ചെയ്യാൻ പോകുന്നത് മദ്യത്തിലിട്ട് നിന്റെ കഴുത്ത് ഞാൻ അറക്കോടാ. അതാണ് ഈ വാസവൻ ചെയ്യാൻ പോകുന്നത്. നീ ഈ കാര്യം മനസ്സിൽ വെച്ചിട്ട് വേണം ഇനി അടുത്ത കളിക്ക് ഇറങ്ങാനായിട്ട് എന്നൊക്കെ പറഞ്ഞു കാട്ടങ്ങ് ഭീഷണിപ്പെടുത്താണേ. അന്നേരം ശ്രീകാന്ത് ആകെ പേടിക്കാണേ. അതിനുശേഷം ശ്രീനിവാസനല്ല നമ്മുടെ വാസവൻ അയാളെ ഇങ്ങനെ തട്ടിയിട്ടിട്ട് പോകും. അതിനുശേഷം ശ്രീനിവാസനും പറയുന്നുണ്ട്, നീ ഇനി അടുത്ത കളിക്ക് ഇറങ്ങുമ്പോൾ സൂക്ഷിച്ചിറങ്ങിക്കോ, എത്രയും പെട്ടെന്ന് നിന്നെ നീ പിടിക്കപ്പെടുന്നു തന്നെ പറഞ്ഞിട്ട് പോകുകയാണ്. അതിനുശേഷം വേഗം തന്നെ ശ്രീകാന്ത് ചന്ദ്രശേഖരനെ വിളിക്കുകയാണ്. അച്ഛൻ എവിടെയാണ്? ഞാൻ അവിടെ തന്നെ ഉണ്ടാ, ഞാൻ പോയിട്ടില്ല എന്ന് പറയും കേട്ടോ. അപ്പോഴേക്കും എന്നാൽ ഞാൻ വരുന്നു എന്ന് പറഞ്ഞിട്ട് വേഗം കട്ട് ചെയ്യുകയാണ്. അപ്പോൾ ചന്ദ്രശേഖരൻ പറയുകയാണ്, ഇവനിപ്പം തന്നെ മതി എന്ന് പറഞ്ഞ് എഴുന്നേറ്റ് പോയതാണല്ലോ, പിന്നെന്താ വീണ്ടും വരുന്നതെന്ന് പറയുന്നത്, എനിക്ക് മനസ്സിലാകുന്നില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ അയാളിങ്ങനെ സ്വയം പറഞ്ഞുകൊണ്ടിരിക്കുകയാണേ. പിന്നെ കാണിക്കുന്നത് ശ്രീകാന്ത് പേടിച്ച് അവശനായിട്ട് ഓടി വന്നിട്ട് ക്ലാസ്സിലുണ്ടായിരുന്ന ആ ഒരു മദ്യമൊക്കെ എടുത്ത് കഴിക്കുകയാണ്. അപ്പോൾ എന്താ നിൻ്റെ മുഖം വല്ലാതിരിക്കുന്നത്, എന്ത് പറ്റി? നീ ഇവിടുന്ന് വേണ്ടാന്ന് പറഞ്ഞിട്ട് മതിയാക്കി പോയതാണല്ലോ, പിന്നെ നീ എന്താ ഇങ്ങനെ വന്നിരിക്കുന്നതെന്ന് പറയുമ്പോൾ നടന്ന സംഭവങ്ങളൊക്കെ പറയുകയാണേ. അന്നേരം ചന്ദ്രശേഖരൻ പറയുകയാണ്, നീ എന്ത് പണിയാടാ കാണിച്ചത്, നീ എന്തിനാണ് അങ്ങനെയൊക്കെ പറയാൻ പോയതെന്ന് ചോദിക്കും കേട്ടോ. അല്ല അവരെന്നോട് അങ്ങനെ പറഞ്ഞപ്പോൾ നിൻ്റെ ഈഗോ പുറത്തു വന്നു അല്ലേ, അപ്പോൾ നീ വായ തോന്നിയതൊക്കെ വിളിച്ചു പറഞ്ഞു. അതുകൊണ്ട് എന്തുണ്ടായി? എടാ, മൗനം പാലിക്കേണ്ടടുത്ത് മൗനം പാലിക്കണം, എങ്കിൽ മാത്രമേ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. ഇപ്പം എന്തായി? കാര്യങ്ങളൊക്കെ തലകീഴ് മറിഞ്ഞില്ലേ? ഇനിയിപ്പോൾ അവർ രണ്ടുപേരും കൂടെ ഒറ്റക്കെട്ടായി നിൽക്കുന്ന ഈ ഒരു സമയത്ത് നീ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലേ അത് വലിയ പുലിവാലാവും എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ എന്ന് പറഞ്ഞിട്ട് ഇനിയിപ്പോൾ എന്താ ചെയ്യുക? ഇനിയിപ്പോൾ മാളത്തിലിരിക്കുന്നവനെ പുറത്ത് ചാടിക്കണം, അതല്ലാതെ വേറെ വഴിയൊന്നുമില്ല. ഇപ്പം അവർ രണ്ടുപേരും ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുന്ന സ്ഥിതിക്ക് ഇനി അവരുടെ നീക്കം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പോലും പറ്റൂല എന്ന് പറയും. അപ്പോൾ ഇനി എന്ത് ചെയ്യുക വെച്ചാൽ എനിക്ക് ആകെ ടെൻഷനാവുന്നു എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ഒന്നും ചെയ്യാതെ കൈയും കെട്ടി നമുക്ക് നോക്കിയിരിക്കാം, ആ മാളത്തിലിരിക്കുന്നവനെ പുറത്ത് ചാടിക്കാം. അതിന് വേണ്ടിയിട്ട് നീ ഇന്നലെ പറഞ്ഞില്ലേ ആ വീഡിയോ പ്രചരിപ്പിക്കണം എന്നുള്ളത്, അപ്പോൾ ആ വീഡിയോ അപ്ലോഡ് ചെയ്തവനെ കണ്ടെത്തിയിട്ട് വീണ്ടും അത് അപ്ലോഡ് ചെയ്യിക്കണം എന്ന് പറയാൻ കേട്ടോ. അത് ഞാൻ ചെയ്യിക്കുക വെച്ചാൽ അത് ഞാൻ അവനോട് പറഞ്ഞിട്ടുണ്ട്, നാളെ തന്നെ ആ വീഡിയോ വൈറലാവും ഉറപ്പായിട്ടെന്ന് പറയാൻ കേട്ടോ. എന്നാൽ പിന്നെ നമുക്കിനി കൈയും കെട്ടി നോക്കിയിരിക്കാം, നടക്കുന്ന പോലെ നടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അത് കഴിയുകയാണെങ്കിൽ അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് വേദം ഇങ്ങനെ കിടന്ന് ഉറങ്ങുകയാണ്. അപ്പോൾ വിക്രം വരുന്നുണ്ട്.
വിക്രം വന്നിട്ട് ഇങ്ങനെ അച്ഛൻ്റെ കാര്യമൊക്കെ പറയാൻ കേട്ടോ. അച്ഛനായിട്ട് സംസാരിച്ചിരിക്കുകയായിരുന്നു. താൻ നേരത്തെ കിടന്നോ? ചിലപ്പോൾ അച്ഛനോട് സംസാരിക്കുമ്പോൾ അച്ഛനൊരു പ്രവാചകനാണെന്ന് തോന്നും, ചിലപ്പോൾ അരവട്ടാണെന്ന് തോന്നും. എന്തൊക്കെയോ കഴിവുകളുള്ളത് പോലെ തന്നെയാണ് സംസാരിക്കുന്നത് കേട്ടാന്ന് പറയട്ടോ. നീ എന്തെങ്കിലും എടുക്കുന്നത് നോക്കിട്ടോ. അപ്പോൾ പനിയോ എന്ന് പറഞ്ഞിട്ട് വേഗം തൊട്ടൊക്കെ നോക്കുകയാണേ. ആഹാ നല്ല ചൂടുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് പാരസെറ്റമോൾ എങ്ങനെ ഇരിപ്പുണ്ടോ? ഇല്ല, അതൊന്നും ഇല്ല എന്ന് പറയാം കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ എന്ത് ചെയ്യും? ഞാനിത്തിരി കഞ്ഞി എടുത്തിട്ടുണ്ട് കേട്ടോ. വേണ്ട, എൻ്റെ അടുത്ത് ഇരുന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് പിടിച്ച് വലിച്ചും കണ്ട് കൈ ഇങ്ങനെ പിടിച്ച് അവിടെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ വിക്രമാണെന്നുണ്ടെങ്കിൽ വേദന കവിളിലും നെറുകിലൊക്കെ ഇങ്ങനെ തലോട് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം വിക്രം പോയിട്ട് ഒരു കാപ്പി എടുത്തുകൊണ്ട് വരികയാണ് കേട്ടോ. എന്നിട്ട് എഴുന്നേക്ക്, ഈ കാപ്പി കുടിക്കാമെന്ന് പറയാൻ കേട്ടോ. അങ്ങനെ കാപ്പി വേദയ്ക്ക് കൊടുത്ത് വേദ കാപ്പിയൊക്കെ കുടിക്കുന്നുണ്ട്. അതിന് ശേഷം ഇനി നോക്കുമ്പോൾ നമ്മളെ വർഗീസ് വരികയാണ് കേട്ടോ. അപ്പോൾ വിക്രം വേഗം പുറത്തേക്ക് എഴുന്നേറ്റ് പോകും. മേരി ഉണ്ട്. അപ്പോൾ ചോദിക്കുമ്പോൾ വേദയ്ക്ക് പനിയാണെന്ന് പറയാം. വേഗം മേരി അടുത്തേക്ക് വരികയാണ് കേട്ടോ. അപ്പോൾ എന്ത് പറ്റിയെന്ന് പറയട്ടോ. പനിയുണ്ട് ചേച്ചി എന്ന് പറയട്ടോ. ആണോ, പനിയുണ്ടോ എന്ന് ചോദിക്കാം കേട്ടോ. അതാ 2 ദിവസം ചൂടും വെയിലൊക്കെ കൊണ്ടതിൻ്റെയാണെന്ന് പറയാം. അതൊന്നും സാരില്ല, ഇതേ പ്രേമപ്പനിയാണ് എന്ന് പറയും കേട്ടോ. പ്രേമപ്പനിയോ? എന്ത് പ്രേമപ്പനിയും ചോദിക്കട്ടോ. അതെ, പ്രകാശം വാഗത്താരത്തിൻ്റെ നോവലിൽ വായിച്ചിട്ടുണ്ട്. റിൻസിയും ജോസും തമ്മിൽ ഒരുപാട് കാലം പ്രണയിച്ച് ഒളിച്ചോടി പോയതിന് ശേഷം റിൻസിക്ക് പനി വന്നു. സ്നേഹമുള്ളിടത്തേക്ക് ഒരു ചെറിയ പനിയൊക്കെ ഇടും. അപ്പോൾ കൂടെയുള്ളവൻ്റെ സ്നേഹം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഓരോന്ന് കാര്യങ്ങൾ പറയാൻ കേട്ടോ. ഇതൊക്കെ ചേച്ചി എവിടെ നിന്ന് പഠിച്ചത്? നോവലിൽ നിന്ന് എന്ന് പറയാൻ കേട്ടോ. ഇതിനെ മാലാകന്മാരുടെ കൂട്ടുണ്ടാവും എന്നൊക്കെ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു. ചേച്ചി ആൾ കൊള്ളാലോ എന്നൊക്കെ പറയുകയാണ് വേദ. അപ്പോഴേക്കും വിക്രം വന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്, ഞാൻ പോട്ടെ എന്ന് പറയണ്ട, ഉച്ചയ്ക്ക് വരാം. ഉച്ചയ്ക്കൊന്നും വരണ്ട, കഞ്ഞിയെടുത്ത് കുടിക്കണം കേട്ടോ എന്ന് വിക്രം പറയേ. അപ്പോൾ കഞ്ഞിയൊക്കെ കുടിച്ചോളാം, വിക്രം പൊയ്ക്കോളാം പറഞ്ഞിട്ട് പറഞ്ഞയക്ക്. അതിന് ശേഷം മേരി ഇങ്ങനെ വേദന തലയിൽ കൈ വെച്ചിട്ട് ഇങ്ങനെ എന്തോ പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വേദ ചോദിക്കുക, എന്താ പ്രാർത്ഥിച്ചത് എന്ന് ചോദിക്കും കേട്ടോ. അപ്പോൾ പറയും, മാലാകന്മാരോട് പ്രാർത്ഥിച്ചതാ, മാലാക കൂട്ടുണ്ടാവും, വിശുദ്ധമായ എല്ലാ കാര്യത്തിനും മാലാക കൂട്ടുണ്ടാവും, ഈ പനിയൊക്കെ വേഗം പോയിക്കോളും എന്നൊക്കെ പറഞ്ഞിട്ട് ആശ്വസിപ്പിച്ചിട്ട് മേരി അവിടെ നിന്ന് പോകുകയാണേ. ഈ സമയം ജോബി ആണെന്നുണ്ടെങ്കിൽ വേദ അങ്ങനെ വരുന്ന കാത്തു നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ മേരിനെ കാണുമ്പോൾ തന്നെ ചോദിക്കും, എന്താ പുതിയ ആൾ വന്നില്ലേ ചോദിക്കും. പനിയാണ് സാറേ, നല്ല പനിയുണ്ട്. അതെ, ആരുടെയോ കണ്ണ് തട്ടിയാണെന്ന് തോന്നുന്നുണ്ട്, ആ മാതിരിയാണല്ലോ ആൾക്കാരുടെ നോട്ടം എന്ന് പറയണ്ട. എന്താ മേരി അങ്ങനെ പറഞ്ഞത്? ഞാൻ പറഞ്ഞത് സത്യമാണ് സാറേ, ആരുടെ കണ്ണാണെന്ന് ആർക്കറിയാം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പോകുകയാണ് കേട്ടോ. അതിനുശേഷം അയാൾ ഫോൺ എടുത്ത് ഇങ്ങനെ സോഷ്യൽ മീഡിയ ഒക്കെ നോക്കുന്ന സമയത്താണ് വിക്രമിൻ്റെ വേദന വീഡിയോ വൈറലായിട്ട് കാണിക്കുന്നത്. അതിൽ പറയുന്നുണ്ട്, 1 വർഷം മുമ്പ് അമ്പലത്തിൽ വെച്ചിട്ട് വിവാഹം കഴിച്ച ആൾക്കാർ പിന്നെയും ഒളിച്ചോടി പോയി. പിന്നെ MLA അതായത് വാസവൻ്റെ മകനെ കൊലപ്പെടുത്തിയിട്ടാണ് വിക്രം നാട് വിട്ടത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ആ ഒരു ന്യൂസ് വീണ്ടും പ്രചരിപ്പിക്കപ്പെടുകയാണ് കേട്ടോ. ഇത് ജോബി കാണാണ് കേട്ടോ. ജോബിക്കൊക്കെ അപ്പോൾ കാര്യങ്ങൾ മനസ്സിലാവാണ് കേട്ടോ. ഇവർ രണ്ടുപേരും തമ്മിൽ ഇപ്പോൾ പ്രേമിച്ച് പോകുന്നതൊന്നുമല്ല, വിക്രം ഗുണ്ടയാണ്, ജഡ്ജിയുടെ മകളാണ് വേദ എന്നൊക്കെ മനസ്സിലാക്കുകയാണ്. ഇതേ സമയം വർഗീസും വിക്രം പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. തനിക്ക് നന്നായി പണി അറിയാലോ എന്ന് ചോദിക്കുമ്പോൾ അച്ഛൻ മാഷ് മാത്രമല്ലായിരുന്നു, കൃഷിക്കാരനും കൂടിയാണ്. അപ്പോൾ ചെറുപ്പത്തിലൊക്കെ ഞാൻ അച്ഛൻ്റെ കൂടെ പണിക്ക് ഇറങ്ങുമായിരുന്നു, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ അറിയാമെന്ന് പറയും. അപ്പോഴേക്കും വള്ളിയിലൊരാൾ വന്നിട്ട് പറയുകയാണ്, വർഗീസെ അച്ഛൻ വിളിക്കുന്നുണ്ട്, അതെ അയാളെയും കൂട്ടിക്കോളാൻ പറഞ്ഞു കേട്ടോ. അപ്പോൾ പറയും, ശരി എന്ന് പറഞ്ഞിട്ട് വർഗീസ് പോകും കേട്ടോ. അപ്പോൾ വിക്രം ഞാനിതും കൂടെ കഴിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത്. അങ്ങനെ ചെല്ലുമ്പോൾ വിക്രം എവിടെയും ചോദിക്കും. വിക്രം വരുന്നുണ്ട് അച്ഛാ. അപ്പോൾ എന്താ വിളിച്ചത്? അതൊക്കെ പറയാം, വിക്രം കൂടി വരട്ടെ എന്ന് പറയും കേട്ടോ. അപ്പോഴേക്കും വിക്രം വരികയാണ് കേട്ടോ. എന്നിട്ട് വിക്രമിനോട് പറയുന്നുണ്ട്, അതെ വാർത്ത വയ്ക്കി, ഇന്നെന്തായാലും വോട്ടെണ്ണലാണല്ലോ, അപ്പോൾ നമുക്കത് കാണാം. ഞാനത് മറന്നുപോയി എന്ന് വിക്രം പറയുകയാണേ. അങ്ങനെ വർഗീസ് ചെന്നിട്ട് TV വയ്ക്കുന്നുണ്ട്. TV വയ്ക്കുമ്പോൾ ഇങ്ങനെ വാർത്തയിൽ മറ്റേ കാര്യങ്ങളൊക്കെ പറഞ്ഞ് വോട്ടെണ്ണൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് വാസവനാണ് ജയിച്ചതെന്ന് പറയാൻ കേട്ടോ. പീപ്പിൾ പ്രോഗ്രസീവ് പാർട്ടിനെ പിന്തള്ളിക്കൊണ്ട് വാസവൻ ജയിച്ചു എന്ന് പറയുമ്പോൾ വിക്രാവൻ ഞെട്ടിപ്പോകുന്നുണ്ട് കേട്ടോ. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ജോബി ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു ന്യൂസ് കേട്ടതിന് ശേഷം വേഗം തന്നെ വേദന വീട്ടിലേക്ക് വരികയാണ് കേട്ടോ. അങ്ങനെ വേദന വീട്ടിൽ വന്നിട്ട് വേദനെ വിളിക്കുമ്പോൾ വേദ പുറത്തേക്ക് ഇറങ്ങി വരികയാണ് കേട്ടോ. അങ്ങനെ ഈ ന്യൂസ് കണ്ട കാര്യമൊക്കെ വേദനയോട് പറയുന്നുണ്ട്. 1 കൊല്ലം മുമ്പ് കല്യാണം കഴിച്ച ആൾക്കാർ വീണ്ടും ഒളിച്ചോടി വന്നതാണല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യങ്ങളൊക്കെ വേദനയോട് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ ചോദിക്കുന്നുണ്ട്, കൊന്നാണല്ലോ നിങ്ങൾക്ക് ശീലം എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നീട് വേറെ എന്തൊക്കെയോ പറയുന്നുണ്ട് കേട്ടോ, ബംഗ്ലാവ് എസ്റ്റേറ്റിലേക്ക് വരാൻ അങ്ങനെ എന്തോ ഒരു ചെറിയൊരു വാക്കും കൂടെ പറയുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഈ ഒരു ന്യൂസ് വെച്ചിട്ട് ബ്ലാക്ക് മെയിൽ ചെയ്യാനാണെന്ന് തോന്നുന്നുണ്ട് ജോബിനെ തീരുമാനം.
വേദയാണെന്നുണ്ടെങ്കിൽ ജോബിന് ദേഷ്യത്തോട് കൂടിയിട്ടാണ് കേട്ടോ നോക്കുന്നത്. പക്ഷേ ജോബിയുടെ ഉദ്ദേശം ഈ ഒരു ന്യൂസ് വേറെ ആരും അറിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ വേദനെ വിചാരിക്കുന്ന കാര്യങ്ങൾക്കൊക്കെ വിളിക്കാം എന്നൊക്കെയുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ട് കേട്ടോ. വേദയാണെങ്കിൽ ആകെ ദേഷ്യത്തോട് കൂടിയിട്ട് ജോബിനെ നോക്കി നിൽക്കുന്നതായിട്ടും പ്രമോല് കാണിക്കുന്നുണ്ട്. ഇത്രയാണ് എപ്പിസോഡിൻ്റെ ഭാഗങ്ങളും പ്രമോൻ്റെ ഭാഗങ്ങളും കാണിച്ചിട്ടുള്ളത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.